ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെക്സിന് മാത്രമാണോ ജീവിതം എന്ന് മനസ്സിടറി ചോദിച്ചത് പ്രശസ്ത നർത്തകിയും അഭിനേത്രിയുമായ ദിവ്യ ശ്രീധരാണ്. ആരാണ് ദിവ്യ ശ്രീധർ? കഴിഞ്ഞ ദിവസം ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് ഒരു നടനും നടിയും സർവകാല വല്ലഭനുമായവർ വിവാഹിതരായി. വരൻ്റെ പ്രായം 49, ആധാർ കാർഡ് പ്രകാരമാണെന്നാണ് ഞാൻ പറയുന്നത്. അത് ക്രിസ് വേണുഗോപാൽ, അഡ്വക്കേറ്റ് ക്രിസ് വേണുഗോപാൽ. മറ്റൊന്ന് നർത്തകിയായ ദിവ്യ ശ്രീധരാണ്. ഈ ദിവ്യയ്ക്ക് 2 മക്കളുണ്ട്. വേണുഗോപാൽ മുൻപ് വിവാഹം കഴിച്ച് വിവാഹമോചിതനായവരാണ്. ഈ 2 പേരും സിനിമാ സീരിയൽ രംഗത്ത് സജീവമാണെന്ന് ആലോചിക്കണം. ആരാണ് ക്രിസ് വേണുഗോപാൽ എന്നറിയാത്തവർക്ക് ഇപ്പോൾ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന പത്തരമാറ്റ് സീരിയൽ നോക്കുക. ആ സീരിയലിലെ മുത്തശ്ശനാണ് ക്രിസ് വേണുഗോപാൽ. അവിടെ മുത്തശ്ശനാണെങ്കിലും വേണുഗോപാലിൻ്റെ താടിയും ഇതെല്ലാം നരച്ചത് കൊണ്ട് പ്രായമേറെ ആയെന്നാണ് പലരും വിചാരിക്കുന്നത്. പ്രായം അറിയാതിരിക്കാൻ 5 രൂപ ചിലവാക്കിയാൽ മതി എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ ക്രിസ് വേണുഗോപാൽ അങ്ങനെ ചെയ്തില്ല. ഇത് ഇന്നലെ ഇട്ട കാര്യം, ഇവർ 2 പേരും ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് വിവാഹിതരാതിന് ശേഷം വന്നുകൊണ്ടിരിക്കുന്ന ട്രോളുകൾ, കമൻറ്റുകൾ നോക്കുമ്പോൾ ഇത് നമ്മുടെ രാജ്യത്തെ നമ്മുടെ സഹോദരന്മാർ തന്നെയാണോ ഈ ചെയ്യുന്നത് നമുക്ക് തോന്നിപ്പോകും. കാരണം 49 വയസ്സായ ഒരു പുരുഷനും 43 ഒരു സ്ത്രീക്കും കല്യാണം കഴിക്കാൻ പാടില്ലെന്നാണോ? മുകേഷിൻ്റെ പ്രായം എത്രയാണെന്ന് ആലോചിക്കണം. മുകേഷ് 2ാമത് വിവാഹം കഴിച്ചപ്പോൾ പ്രായം എത്രയാണെന്ന് ആലോചിക്കണം. ഈ അടുത്ത കാലത്ത് 70ഉം 75ഉം പ്രായമായൊരു വിവാഹം കഴിക്കുന്നുണ്ട്. അന്നൊന്നുമില്ലാത്ത പുകില് ഇപ്പോൾ ഇവരുടെ കാര്യത്തിൽ എന്തിനെന്ന് മനസ്സിലാകുന്നില്ല. ഇതൊരു മനോരോഗം ബാധിച്ച ചൊറി പിടിച്ച മനസ്സുകളുടെ ഉടമസ്ഥരായ കുറേ പേര് ചെയ്യുന്നതാണ്. ഇവരൊന്നും തൻ്റെപൂർവ്വം മുഖം പ്രദർശിപ്പിച്ചുകൊണ്ട് യഥാർത്ഥ മേൽവിലാസം പ്രഖ്യാപിച്ചുകൊണ്ടൊന്നും പുറത്തു വരാറില്ല. ആരെയും ഏത് രീതിയിലും തെറി പറയാം, വേദനിപ്പിക്കാമെന്നുള്ളതാണെന്ന് ആലോചിക്കണം. അപ്പോൾ ക്രിസ് വേണുഗോപാൽ ആരാണ് ശരിക്കും? അദ്ദേഹം വക്കീലാണ്, ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച മാന്യനാണ്, നല്ല വിദ്യാസമ്പന്നനാണ്, നിരവധി വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളാണ്, മോഡലാണ്, ജോക്കിയാണ്, ഇങ്ങനെ നമ്മൾ ആങ്കറാണ്, ഇതൊക്കെ പറയാം നമുക്ക്. അദ്ദേഹത്തിൻ്റെ മനോഹരമായ ശബ്ദം മാത്രം മതി ഈ മനുഷ്യനെ ആരാധിക്കാമെന്ന് ആലോചിക്കണം. ദിവ്യ ആരാണെന്ന് ആലോചിക്കണം. ദിവ്യ വിവാഹശേഷം 2 കുട്ടികളുടെ അമ്മയായെങ്കിലും 3 പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ചതാണ്. അത് വെറുതെ ആത്മഹത്യക്ക് ശ്രമിച്ചതല്ല. മുൻ ഭർത്താവിൻ്റെ ഉണ്ടാകുന്ന പീഡനങ്ങൾ സഹിക്കവയ്യാതെയാണ് ആത്മഹത്യക്ക് ശ്രമിച്ചതെന്ന് ആലോചിക്കണം. മക്കളെ ആലോചിച്ചുകൊണ്ട് മാത്രമാണ് ജീവിച്ചിരിക്കുന്നതെന്ന് ആലോചിക്കണം. പക്ഷേ ഇവർ അഭിനയിക്കുന്നത് കാണുമ്പോഴോ ഇവർ നൃത്തം ചെയ്യുമ്പോഴോ ഇത്രയും വേദനകൾ ഉള്ളിലൊതുക്കിയാണ് ഇവർ ഇതൊക്കെ ചെയ്യുന്നത് നമുക്ക് തോന്നിയിട്ടില്ല. അപ്പം അങ്ങനെയുള്ളവർ ഈ 2 പേരിൽ വേണുഗോപാലിനെ ദിവ്യ സമീപിച്ചത് കാരണം വേണുഗോപാൽ മോട്ടിവേഷൻ ക്ലാസ്സൊക്കെ എടുക്കുന്ന ആളാണ്. ഉപദേശം തേടാൻ വേണ്ടിയാണ് അദ്ദേഹത്തെ സമീപിച്ചത്. അങ്ങനെ സംസാരിച്ച കൂട്ടത്തിലാണ് 2 പേരും വേർവിട്ട് താമസിക്കുന്നു. 2 പേരും വിവാഹം കഴിച്ചവരാണ്. 2 പേർക്ക് ഇത്രയേ പ്രായമായിട്ടുള്ളൂ. ഒരുമിച്ച് ജീവിച്ചാൽ എന്താണ് എന്ന് ചിന്തിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? കാരണം ഈ കാലഘട്ടത്തിൽ മക്കൾ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് അച്ഛനും അമ്മയ്ക്കും പുതിയ ജീവിതം ഏർപ്പെടുത്തുന്ന തലമുറയാണ് ഇവിടെ ഉള്ളതെന്ന് ആലോചിക്കണം. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ദിവ്യയെ 2 മക്കൾ ചേർത്ത് പിടിച്ചുകൊണ്ട്, അതായത് സ്വന്തം മക്കളെപ്പോലെ തന്നെയാണ് ദിവ്യയുടെ മക്കളെ കാണുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ക്രിസ് വേണുഗോപാലും ദിവ്യയും വിവാഹിതരാവാൻ തീരുമാനിച്ചെന്ന് ആലോചിക്കണം. വിവാഹിതരാൻ തീരുമാനിച്ചപ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് ഒരു മാല ചാർത്തിയത് മുതലാണ് ചില ഞരമ്പ് രോഗികൾക്ക്, ചൊറിച്ചിലുള്ളവർക്ക്, വൃത്തികെട്ട മനസ്സുള്ളവർക്ക് ചില ചിന്തകളുണ്ടായത്. അതിന് എന്തെല്ലാം വൃത്തികേടുകളാണ് ഇവർ പറഞ്ഞു വരുന്നത്. അവരുടെ ഇഷ്ടത്തിന് കല്യാണം കഴിച്ചു, അത് നിങ്ങൾക്കെന്താ? അവർ എങ്ങനെയും ജീവിക്കട്ടെ. സെക്സിന് മാത്രമാണോ ജീവിക്കുന്നത് എന്ന് ദിവ്യ ചോദിച്ചപ്പോൾ പലരുടെ നെഞ്ച് ഇടറിപ്പോയി. അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. നിങ്ങളുടെ ഭർത്താവിനോ ഭാര്യയോ സുഖമില്ലാതെ കിടപ്പിലായി കഴിഞ്ഞാൽ നിങ്ങൾ ഉപേക്ഷിച്ച് പോകുമോ? അവരിൽ നിന്ന് സെക്സ് ലഭിക്കാതായി നിങ്ങൾ ഉപേക്ഷിച്ച് പോകുന്നു? ഈ ചോദ്യങ്ങൾക്കൊന്നും നമ്മുടെ ആളുകൾ ഉത്തരം പറയുന്നില്ലെന്നാലോചിക്കണം. അതേസമയം ത്യാഗം കൊണ്ടാണ് ജീവിതം, സ്നേഹം പങ്കിട്ടുകൊണ്ട് ജീവിക്കുന്നവരാണ്. അതിൽ എതിർപ്പുണ്ടാവാം, പിണക്കമുണ്ടാവാം, ഇണക്കമുണ്ടാവാം, വൈരാഗ്യമുണ്ടാവാം, ശത്രുതയുണ്ടാവും. ഒരു നിമിഷം നമുക്ക് നമ്മുടെ ഇണയോട് ദേഷ്യം തോന്നിയേക്കാം. ഇതൊക്കെ സാധാരണ ജീവിതത്തിലുള്ളതാണ്. അത് പൊസസീവ്നെസ് കൊണ്ടുണ്ടാവുന്നതാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആശ്വസിക്കുന്നവരുണ്ടായിരിക്കും. എന്തോ ആയിക്കൊള്ളട്ടെ, ഇവർ വളരെ
പോസിറ്റീവായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതിൽ ക്രിസ് വേണുഗോപാൽ പറഞ്ഞത് എന്താണ്? എനിക്ക് 49 വയസ്സോ 50ഓ 60ഓ 70ഓ എത്രയോ വയസ്സായിക്കൊള്ളട്ടെ, എന്നെ സഹിക്കേണ്ടത് എൻ്റെ ഭാര്യ ദിവ്യയാണെന്ന് ആലോചിക്കണം. അതേപോലെ ദിവ്യ പറഞ്ഞത് എന്താണ്? ഞാനാണ് എൻ്റെ ഭർത്താവിനെ സഹിക്കേണ്ടത്. അദ്ദേഹത്തിന് കുറവുണ്ടോ കൂടുതലുണ്ടോ എന്ന് നോക്കിയിട്ടല്ല, സെക്സിന് വേണ്ടി മാത്രമാണെങ്കിൽ വിവാഹം കഴിക്കേണ്ടതില്ല. ഉണ്ടോ? ആവശ്യമില്ലല്ലോ. അപ്പോൾ സെക്സിന് വേണ്ടി അതിനുള്ള കേന്ദ്രങ്ങളിൽ പോയി അതിന് പറ്റിയ വിത്തുകളെ കണ്ടുകൊണ്ട് ചെയ്താൽ പോരെ എന്ന് ചോദിക്കുന്നൊരു വിഭാഗം ഇവിടെ ഉണ്ടെന്ന് ആലോചിക്കണം. നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ എറണാകുളം പല ഭാഗങ്ങളിലും ഇതിൻ്റെ വേശ്യാലയം പോലെ തന്നെ പുരുഷ വേശികളുടെ നാടായി മാറിയിരിക്കുന്നുള്ള സംവിധാനമുണ്ട്. അപ്പോൾ എന്താ, നമുക്ക് ആവശ്യം പോലെ സ്ത്രീകളെ പണം കൊടുത്ത് സ്ത്രീകളെ ഉപയോഗപ്പെടുത്താം, നമുക്ക് പണം കൊടുത്ത് പുരുഷന്മാരെ ഉപയോഗപ്പെടുത്താം. അങ്ങനെയൊക്കെ സർവ്വസാധാരണമായി സെക്സ് എൻജോയ് ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചാൽ അത് സെക്സിന് വേണ്ടി മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വൃത്തികെട്ട കമൻറ്റുകൾ പാസ്സാക്കുന്നത് ഒരു മനുഷ്യന് ചേർന്നതാണോ എന്ന് ആലോചിക്കണം. ഞാൻ ഈ പറയുന്ന ഈ രണ്ട് പേരുടെയും ഇപ്പോൾ ക്രിസിൻ്റെ സീരിയൽ പത്തരമാറ്റ് ഏഷ്യാനെറ്റിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആ സീരിയൽ കാണുമ്പോൾ നമുക്കതിനെ തോന്നും, ഇത്രയും മനോഹരമായ ശബ്ദത്തിനുടമ ഇത്രയും നല്ലൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. ഈ കല്യാണം കഴിയുന്നതിന് മുമ്പ് തന്നെ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഈ മനുഷ്യൻ്റെ മനസ്സ് ഇത്രയും നിർമ്മലമാണോ എന്നുള്ളത്. നിർമ്മലമാണോ എന്ന് ചോദിക്കുമ്പോൾ മുമ്പ് കല്യാണം കഴിച്ചിട്ടില്ലേ എന്ന് ചോദിക്കും. മുമ്പ് ഒരു ക്രിസ്ത്യൻ യുവതിയെ അദ്ദേഹം കല്യാണം കഴിച്ചിട്ടുണ്ട്. ക്രിസ്ത്യൻ യുവതിയെ കല്യാണം കഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവർ ഒരുപക്ഷെ ഇപ്പോഴും മനസ്സുകൊണ്ട് അടുപ്പത്തിലാണ് എന്ന് വേണം പറയാൻ. അവർ പരസ്പരം സ്നേഹിച്ചിരുന്നു, രണ്ടുപേരും പരസ്പരം ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കിയിരുന്നു, ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി ജീവിച്ചിരുന്നു, അവർ വിദേശ യാത്രകൾ ചെയ്തിരുന്നു. അങ്ങനെ സ്നേഹം പങ്കിട്ട് ജീവിച്ചവർക്ക് ഒരു ദിവസം അകലേണ്ടി വന്നു എന്നുള്ളതാണ്. അതിൻ്റെ കാരണങ്ങൾ അവർ പറഞ്ഞിട്ടില്ല. പലരും അങ്ങനെ തന്നെയാണ്. നോക്കൂ, നമ്മളിപ്പോഴും ഒരു കാര്യം ആലോചിക്കേണ്ടത്, മഞ്ജു വാര്യരും വിവാഹമോചനം നേടിയില്ലേ? മഞ്ജു വാര്യർ വിവാഹമോചനം നേടിയിട്ട് എന്തുകൊണ്ടാണ് വിവാഹമോചനം നേടിയത് എന്നുള്ള കാരണം ദിലീപാകട്ടെ മഞ്ജു വാര്യരോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. അവർക്ക് പിരിയേണ്ട കാരണങ്ങളുണ്ടായി, പിരിഞ്ഞു എന്ന് മാത്രമേ അറിയിച്ചുള്ളൂ. പരസ്പരം കുറ്റപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല. അങ്ങനെയും കുറേ പേരിവിടെ ഉണ്ട്. എന്തിനു പറയുന്നത്, മുകേഷിൻ്റെ ഭാര്യ നർത്തകിയായ മേതിൽ ദേവിയും ഈ അടുത്ത കാലത്ത് അകന്നു ജീവിക്കുകയാണ്. പിരിഞ്ഞിട്ടില്ല എന്നാലോചിക്കണം. വിവാഹമോചനം നിയമപ്രകാരം വേർപെടുത്തിയിട്ടില്ല. അകന്നു ജീവിക്കുമ്പോഴും രണ്ടുപേരും പരസ്പരം കുറ്റപ്പെടുത്തിയിട്ടില്ല എന്നാലോചിക്കണം. അപ്പം അങ്ങനെ കുറേ നല്ല മനസ്സുള്ളവരോട് എന്നാലോചിക്കണം. അതായത് ലിവിങ് ടൂത്തർ പോലെ താമസിക്കുന്നവരുണ്ട്. ഇഷ്ടമുള്ളപ്പോൾ വേർപിരിയുക, നല്ല സന്തോഷത്തോടെ വേർപിരിയുക എന്നുള്ളത്. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താ? ഈ ദിവ്യ ശ്രീധരന് ഒരുപക്ഷെ പലരും തോന്നുന്നു രണ്ട് പെൺമക്കളാണ് അവർക്കുള്ളത് നടക്കും. ഈ മക്കളുടെ സുരക്ഷിതത്വം ആരിലാണോ വരുന്നത്, ആരാണ് നോക്കുന്നത് എന്ന് ദിവ്യ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കണം. അങ്ങനെ കണ്ടെത്തിയ ഒരാളാണ് ക്രിസ് വേണുഗോപാൽ എന്നാലോചിക്കണം. അദ്ദേഹം നല്ലൊരു വക്കീലാണെന്ന് ആലോചിക്കണം. ഒരു സർവ്വകലാ വല്ലഭൻ കൂടിയാണെന്ന് ആലോചിക്കണം. അവർക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞവർക്കല്ല, ഈ ചൊറിച്ചിലുകാർക്കെതിരെ കേസ് കൊടുക്കാം. അവരത് ചെയ്യുന്നില്ല. കാരണം അവർ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി വിവാഹം കഴിച്ചവരാണ്. ഈ താങ്ങും തണലുമായി ദിവ്യയുടെ മക്കളെ സ്വന്തം മക്കളായി കരുതിക്കൊണ്ട് ജീവിക്കാൻ തീരുമാനിച്ചതാണെന്ന് ആലോചിക്കണം. അവർക്കിടയിൽ അവർ സെക്സിന് വേണ്ടി മാത്രം വില പറഞ്ഞ് വാങ്ങിച്ചവരല്ല എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയാണ് ദിവ്യ ഇടറിയ നെഞ്ചോടെ ചോദിക്കുന്നത്, വിവാഹമെന്ന് പറയുന്നത് രണ്ടുപേരും ഒരുമിക്കുന്നത് സെക്സിന് വേണ്ടി മാത്രമാണോ? സെക്സിന് വേണ്ടി മാത്രമാണെങ്കിൽ അത് കുറച്ചു കാലം കഴിഞ്ഞാൽ അവർ വേർപിരിഞ്ഞ് പോകില്ലേ എന്നുള്ളത്. ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നു. എനിക്ക് 43 വയസ്സുണ്ട്, അദ്ദേഹത്തിന് 49 വയസ്സുണ്ട്. ആർക്കാണ് ചൊറിച്ചിൽ എന്നവർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറ്റപ്പെടുത്താൻ പറ്റുമോ? അന്യരുടെ കാര്യങ്ങളിൽ നമ്മൾ ഇത്രയും വൃത്തികേടുകൾ പറയാതെ സ്വന്തം വീടും വീട്ടുകാരെയും സ്വന്തം ശരീരത്തെയും സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതല്ലേ നല്ലത്?